നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലത്തെ പാക്കേജിൽ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകണം. നമ്മളറിയാത്ത, നമുക്കറിയാത്ത ആൾക്കാരുമായിട്ട്. അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമുക്ക് കുറേ സ്ഥലങ്ങളും കാണാം. ഒരുപാട് സുഹൃത്തുക്കളെയും കിട്ടും. പൈൻമരല്ലേ ഇത്? ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ആ കല്ലെല്ലാം നോക്കി അത്ര വലുപ്പമുള്ള കല്ലല്ലായിരിക്കും ഉരുണ്ട് വന്നിട്ടുണ്ടാവുക. ഇതിലാറ്റം പൊട്ടു പോയിട്ട് അരച്ചെടുത്ത പോലെ കല്ലൊക്കെ നോക്കുക. ഗോയിങ് ടു കർസോക്ക്, മഞ്ഞ് കാണാൻ. അടൽ ടണൽ വഴി സൊളാങ് വാലി വഴി കർസോക്കറ്റ ടോപ്പിൽ. അജിത് ബ്രോ, ഇവിടെയെല്ലാം മഞ്ഞുള്ള സമയത്തുള്ള അവസ്ഥ നോക്കിയേ, ആലോചിച്ച് നോക്കുക. പൊള്ളിയായിരിക്കും. നമ്മളെ മഞ്ഞത്ത് കളിക്കുമ്പോഴുള്ള ജാക്കറ്റ് 250 രൂപയാണ് ജാക്കറ്റിനുള്ള വാടക. റോത്താങ് ലേക്ക് പാസിലേക്ക് 48 കിലോമീറ്റർ, നദി 31 കിലോമീറ്റർ, അടൽ ടണൽ റോത്താങ് 21 കിലോമീറ്റർ. റോത്താങ്ങിലേക്കാണ്, റോത്താങ് പാസിലേക്ക് 21 കിലോമീറ്റർ. ഇതിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞത്തുനിന്ന് കളിക്കുമ്പോഴുള്ള ജാക്കറ്റാണ് എടുത്തത്. ഡാങ്കിരി എന്നാണ് ആ ജാക്കറ്റിൻ്റെ പേര്. 250 രൂപയാണ്, ഫിക്സഡ് പ്രൈസാണ്. നിങ്ങൾക്ക് ഇതേപോലെ നമ്പർ കാണുന്ന ഏത് കടയിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അത് വാടകയ്ക്കാണ്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മളത് അവിടെ കൊടുക്കണം. ഷൂസ് അടക്കമാണ്, നമുക്ക് ബൂട്ട് അടക്കമാണ് 250 രൂപ വരുന്നത്. അത് എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നല്ല ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ, വാട്ടർ പ്രൂഫായ നല്ല ജാക്കറ്റെല്ലാം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ബാക്കി നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. थोड़ा पीछे रखना, ठीक है? साइड मिरर देखना होता है. എൻ്റെ മോനെ എന്ത് രസമാണെന്നറിയാം കാണാൻ. അത് ആ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന മല മേലെ കാണുന്നില്ല ഇങ്ങനെ അങ്ങ് ബേക്കിൽ, മഞ്ഞില്ലാത്ത സാധാ മലയും. ഇപ്പോൾ റോഡൊക്കെ ലാൻഡ് സ്ലൈഡ് വന്നിട്ടാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായിപ്പോയത്. പകുതിയൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ഹിമാചൽ, ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇടക്കിടക്ക് ലാൻഡ് സ്ലൈഡ് വരും, റോഡ് തകരും, പിന്നെയും അത് അവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശരിയാക്കും, പിന്നെയും തകരും, പിന്നെയും ശരിയാക്കും. ഇത് തന്നെ ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ടതാണ്. അത്രക്കും ബ്യൂട്ടിഫുള്ളാകും.
എങ്ങനെയായാലും ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. അത്രക്ക് കിട്ടിലും സ്ഥലം നോക്കിയാൽ എൻ്റെ മോനെ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം നോക്കി എന്ത് രസം. ഇവിടെയെല്ലാം ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണം. നമ്മൾ ഒറ്റക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ പാക്കേജ് ഒന്നും എടുക്കാണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അവരൊക്കെ ഒന്ന് വണ്ടിയൊക്കെ താറൊക്കെ നിർത്തിയിട്ട് കണ്ടിട്ടില്ല അതുപോലെ. അല്ല നമ്മൾ പാക്കേജൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സൊളാങ് വാലി എത്തിയിരിക്കുകയാണ്. ഇതാണ് സൊളാങ് വാലി. നമ്മൾ ആദ്യം പക്ഷേ ഇവിടെ നിർത്തുന്നില്ല. നമ്മൾ ആദ്യം മഞ്ഞ് കണ്ടിട്ട് വന്നിട്ടാണ് ഇവിടെ നിർത്തുന്നത്. ഇവിടെയാണ് സൊളാങ് വാലിയിലാണ് മണാലിയിലെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. സിപ്പ് ലൈൻ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ പാരാഗ്ലൈഡിങ്, അങ്ങനത്തെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി മണാലി ബേസ് ചെയ്തിട്ട് നടക്കുന്നത് സൊളാങ് വാലിയിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നില്ല. നമ്മൾ കോക്സ്കറിലേക്കാണ് പോകുന്നത്. കോക്സ്കർ അവിടെ പോയി മഞ്ഞ് കണ്ട് മഞ്ഞ് എത്തുമ്പോൾ അറമാദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. തിരിച്ചു വരുന്നത് ലേറ്റാവോ ഇല്ലയോ എന്ന് അറിയില്ല, നോക്കാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്താം. അപ്പം ഇതാണ് നമ്മുടെ സൊളാങ് വാലി. ഇതാണ് സൊളാങ് വാലിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ കുറച്ച് വലിയ ഏരിയ ആണ് സൊളാങ് വാലി. എൻ്റെ മോനെ ഇതെന്നാ കാണുന്ന ചിത്രം കൊത്തിവെച്ച പോലെ ആയിട്ടുണ്ട്. ലൈഫിൽ ഒരിക്കലെങ്കിലും കാണണം കേട്ടോ. നമ്മളങ്ങനെ അടൽ ടണലിൽ എത്തിയിട്ടുണ്ട്. വേൾഡിലെ ലോങ്ങസ്റ്റ് ഹൈവേ ടണലാണ്. 10,000 അടിക്ക് മുകളിലുള്ളത്. 9 കിലോമീറ്ററിൽ കൂടുതലുണ്ട് അടൽ ടണൽ. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നില്ല. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് അടൽ ടണലിൻ്റെ മുന്നിൽ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് അടൽ ടണലിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടൽ ടണലിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. സാധാരണഗതിയിൽ ഈ ഡിസംബർ ലാസ്റ്റ് തൊട്ടൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞായിരിക്കും. അടൽ ടണലിൽ നമ്മൾ കടന്നിങ്ങ് എത്തുമ്പോൾ ഫുൾ മഞ്ഞായിരിക്കും. പക്ഷേ ഇപ്പോൾ മഞ്ഞെത്തിയില്ല. മഞ്ഞില്ല. അതൊരോ കാലാവസ്ഥ, ഓരോ വർഷത്തെ കാലാവസ്ഥ പോലെ ഇരിക്കും. മഞ്ഞില്ലെങ്കിൽ എന്താ, സ്ഥലം കാണാൻ തന്നെ എൻ്റെ മോനെ എന്തെന്നാ രസം. ഒരു രക്ഷയില്ല. ലൈഫിൽ വരേണ്ടതാണ്. ഈ റോഡും പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന BRO എന്ന് കേട്ടോ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ടതാണ് ഈ ഹിമാചൽ എന്നല്ല, നോർത്ത് സ്റ്റേറ്റ്സിൽ ഈ ഹിമാചൽ ആയിക്കോട്ടെ, ഉത്തരാഖണ്ഡ് ആയിക്കോട്ടെ, കാശ്മീർ ആയിക്കോട്ടെ, ഒരിക്കലെങ്കിലും വരേണ്ടതാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കോക്സ്കറിലേക്കാണ്. നമ്മൾ അവിടെ എത്തിയിട്ട് മഞ്ഞ് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല.
മഞ്ഞത്തുനിന്ന് അർമാദിക്കാൻ പോവാണ്. അങ്ങനെ മഞ്ഞ് കണ്ടു ഗൈസ്, മഞ്ഞ് കണ്ടു. അവിടെ ഇവിടെയായിട്ട് ഇതാ മഞ്ഞ് കട്ടകൾ. ഇന്ന് നമുക്ക് കൂമ്പാരമുള്ള മഞ്ഞ് കട്ടകളാണ് കണ്ടത്. അവിടെ ഇവിടെയായിട്ട് നമ്മൾ കോക്സ്കറിലേക്കുള്ള യാത്രയിൽ മഞ്ഞ് കണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല സ്ഥലം. എൻ്റെ മോനെ, ലൈഫിൽ ഒരിക്കലെങ്കിലും വരണം കേട്ടോ. എന്തെന്നാ ദൈവമേ കാണുന്നത്, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ലൈഫിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര പാക്കേജ് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ സെൽഫായിട്ട് വന്നു കഴിഞ്ഞാലും പൈസ കൊടുത്ത മുതലാവും. അങ്ങനെ നമ്മൾ കോക്സ്കറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോക്സ്കർ. ഇവിടെയാണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലം തന്നെ കാണുന്ന നോക്കിയാൽ എൻ്റെ ഏതാ ബ്യൂട്ടിഫുൾ. ഫോട്ടോ എടുത്ത് മരിക്കും ഇടുന്നു. മഞ്ഞ് തേടിയുള്ള യാത്രയിൽ കുറഞ്ഞ മഞ്ഞുമായി നമ്മൾ ഏതോ നദി ഒഴുകുന്നു. നദിയുടെ പേരറിയില്ല. നദിയിൽ മഞ്ഞുണ്ട്. കുറച്ചും കൂടി സ്നോ ഉണ്ടെങ്കിൽ പൊളിച്ചായിരുന്നു. പക്ഷെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കിടക്കാ ചൂസ്. സ്നോ തേടിയുള്ള യാത്ര. സ്നോ തേടിയുള്ള യാത്രയാണ്. ഒരു പിടി സ്നോ കാണുന്നില്ല. സ്നോഫാളുമില്ല, സ്നോ ഇല്ല. അടിപൊളി അടിപൊളി. അവിടെ ഇടയിൽ കുറഞ്ഞ ദൂരിലെ കുറച്ച് സ്നോ മാത്രമേ കാണാനുള്ളൂ. ഡിസംബർ 16-ാം തീയതിയാണ്. 10-ാം തീയതി സ്നോഫോൾ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് പോയി. റോത്തംഗ്രാസിലേക്ക് 21 കിലോമീറ്റർ, ഗ്രാമ്പൂവിലേക്ക് 6 കിലോമീറ്റർ, മണാലിയിലേക്ക് 72 കിലോമീറ്റർ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലമാണ് കോക്സ്കർ. സോളാങ് വാലിയിലൊന്നും മഞ്ഞേ ഇല്ല. നമ്മളെ മണാലിയിൽ ഡിസംബർ 10-ാം തീയതി മഞ്ഞ് വീഴ്ച ഉള്ള പോലെ സോളാങ് വാലിയിലും ആ സമയത്തുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മഞ്ഞേ ഇല്ല. അപ്പോൾ കുറച്ചെങ്കിലും മഞ്ഞുള്ള ഇവിടെ കോക്സ്കറിലാണ്. വേറെ എവിടെയും മഞ്ഞില്ല. ഈ റോഡ് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ റോത്താങ്ങിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളു. ഇവിടെ നമുക്ക് റൈഡിങ് മറ്റേ വണ്ടിയെല്ലാം എടുത്തിട്ട് റൈഡൊക്കെ ചെയ്യാം. നടന്ന് മുപ്പാളിറങ്ങും. വെച്ചാൽ നമ്മളിങ്ങനത്തെ ഓരോ ജാക്കറ്റും അത് ഇതും മാറി വെച്ചിട്ടിട്ടല്ലേ അത് തന്നെ. എടുത്തിട്ട് ഹലോ, നമ്മളിങ്ങനെ നടക്കുവാണ്. മഞ്ഞ് തേടിയില്ല. മഞ്ഞുണ്ടോ മഞ്ഞ് കാണാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കും.
Ui. 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 Hai Mani. Hai Mani. മഞ്ഞോ 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 മഞ്ഞുണ്ട്, ചാണകമുണ്ട്. പശുവാണോ എരുമയാണോ എന്താണോ? ഫാമിലീസ് ഫോട്ടോസ്. മഞ്ഞില്ലെങ്കിൽ എന്താ പ്ലേസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒടുവിൽ ഡെസ്റ്റിനേഷൻ. താഴെ പോയിട്ടുണ്ടോ? നല്ല തണുപ്പാണ്. അങ്ങനെ മഞ്ഞ് കിട്ടി, മഞ്ഞ് കിട്ടി. ഹോയ് 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 ഹോയ്. അല്ല, കുറച്ച് ഉയരത്തിലേക്ക് പോകണം കേട്ടോ മഞ്ഞ് കിട്ടാൻ. നല്ല ഇടിവെട്ടു മഞ്ഞുണ്ട്. ഹായ് ഹായ് ഹായ്. അതായത് ഈ കോക്സ്കറിനാന്ന് തോന്നുന്നു പറയാം. ഈ ഒരു സ്ഥലത്ത് മാത്രമേ മഞ്ഞുള്ളൂ ഇപ്പോൾ. വയലെല്ലാം ആയി. ദിസ് ഈസ് നിതിൻ ഫ്രം മണാലി. ഒരു ഫോട്ടോന് 50 രൂപ വെച്ചിട്ട് പുള്ളി ഫോട്ടോ എടുത്ത്. പക്ഷെ നമ്മളെ രണ്ടാളെ 2 ഫോട്ടോ ഒരുമിച്ച് ഫ്രീ ആയിട്ട് എടുത്തു തരാൻ പറഞ്ഞിട്ട് പുള്ളി എടുത്ത് തരുന്നില്ല. നോക്കി വെച്ചോളെ, ഒരു ഫോട്ടോ 50 രൂപ. നിതിൻ ഫ്രം മണാലി. ഹായ്. Hello. ഹലോ. എന്റെ താഞ്ഞ് ഒരു പണിയായി. അവിടെ ഒരു വീട് കണ്ടോ? അങ്ങനെ മഞ്ഞിൽ കിടക്കണമെന്നുള്ള ഒരു ആഗ്രഹം സാധിച്ചു. അടിപൊളി അടിപൊളി. കോക്സ്കറിലെ മഞ്ഞിൽ കിടന്നുരുളുന്ന നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാതെ നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ എത്രയും -10 -16 അങ്ങനെ എന്തോ പറ്റല്ല. നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മളെ ടീംമേറ്റ് അജിത് ബ്രോ ഊരി മഞ്ഞത്തൂടെ ഊരി താഴെ എത്തി. ഞാനിപ്പോൾ ഇത് എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണുണ്ട്. ഇറങ്ങാനുള്ള എങ്ങനെ ഇറങ്ങും? How can I?
വീണിട്ടുണ്ടെങ്കിൽ പോകാര്യം ഫുള്ള് പാറയാണ്. നല്ല മഞ്ഞാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങണം. വെള്ളമെല്ലാം കൂടി മിക്കവാറും ഒരുവിധ സ്ഥലത്തെല്ലാം ഫ്രീസായി പറ്റുന്നു. ചെറിയ സ്ഥലത്ത് മാത്രമേ ഒഴുകുന്നുള്ളൂ. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കും, കാര്യങ്ങളും ഫുൾ ഫോട്ടോ എടുത്ത് തകർക്കും. നല്ല തണുത്ത കാറ്റ്, അടിപൊളി കാറ്റുണ്ട്. കാറ്റ് 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 കാറ്റ്. കുറച്ചും കൂടി സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കാലാവസ്ഥ വ്യതിയാനം ആയതുകൊണ്ട് പണ്ടൊക്കെ ഡിസംബറിൽ ഉണ്ടായിരുന്ന സ്നോ ഒക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കായി. അപ്പോൾ സ്നോ കാണാൻ വരുന്നവർ പരമാവധി ഫുള്ള് സ്നോ ആണെങ്കിൽ പരമാവധി ജനുവരി ഫെബ്രുവരി മാസത്തിൽ വന്നാൽ ഫുള്ള് സ്നോ ആണ്. എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ അവിടെ ഇവിടെ കുറച്ച് സ്നോ ഉണ്ടാവും. അത് വെച്ച് എൻജോയ് ചെയ്യേണ്ടി വരും. ഇപ്പം കണ്ട കുറച്ച് സ്നോ വെച്ചിട്ട് നമ്മൾ ജിബ്രോ എൻജോയ് ചെയ്യുന്ന പോലെ എൻജോയ് ചെയ്യേണ്ടി വരും. നല്ല കാറ്റാണ്. ഏത് ഏത് ആ ഓട്ടം തന്നെ. മനുഷ്യൻ സാങ്കല്പിക മനുഷ്യൻ ഫുൾ 12 ചൊല്ലി ചെറിയുന്നേ. കളിക്കള വീഡിയോ എടുക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് മാഗിയാണ് കേട്ടോ കൂടുതൽ കിട്ടാൻ. മുട്ടയിലിട്ട മാഗി അതേപോലെ ഇഷ്ടംമാതിരി ധാബകളും അത് ആ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ഇരുന്ന് കഴിക്കാൻ ഇങ്ങനെ ഇരുന്ന് എനിക്ക് അവിടെ കൂടുതലല്ല, അവിടെ മാഗി തന്നെയാണ്. മാഗി 70 റുപ്പീസ്. 70 റുപ്പീസ് അല്ലേ? 70 റുപ്പീസാണ് ഒരു പ്ലേറ്റ് മാഗിക്ക്. പിന്നെ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനും പറ്റൂല. അവിടെ കുറച്ചാളെ ബോഡി ഷേപ്പ്, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പോയി കാണുന്നില്ല. പുഷപ്പല്ല എടുക്കുന്നുണ്ട് ബോഡി ബിൽഡേഴ്സ്. ആ കണ്ട മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ആ വണ്ടി അതേപോലത്തെ നമ്മൾ സ്നോയിലെല്ലാം മണലാരണ്യങ്ങളെല്ലാം ഓടിക്കുന്ന പോലത്തെ അതേപോലത്തെ വണ്ടിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓടിക്കാൻ പറ്റും. ഈ ഐറ്റത്തിന്റെ പേരാണ് പഞ്ചി റോക്കറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയം വെച്ചിട്ടുള്ള ധൈര്യം ഇല്ലാത്ത ആളൊന്നും തിരിക്കില്ല. 300 രൂപയാണ് ഇതിൽ കയറാൻ. 300 രൂപ പഞ്ചി റോക്കറ്റ്സ്. ഇപ്പൊ ഉമ്മയിലോട്ട് പോവേ പോയിക്കോളെ. ഒരാ വിളിക്കും. ഇയാളാണ് എന്റെ മെയിൻ ആള്. എന്തിനാ എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ട് ഞാൻ നിൽക്കുന്നില്ല. വെറുതെ എന്തിനാ നമ്മൾ ഹൃദയം വെച്ച് കളിക്കണേ? ഞാനല്ലാകുമ്പോ ലോല ഹൃദയമായോണ്ട് പെട്ടെന്ന് ഹാർട്ട് ഫെയിലേക്ക്. അതുകൊണ്ട് വെറുതെ നമ്മൾ 300 രൂപ കൊടുത്തിട്ട് ഹാർട്ട് ഫെയിൽ ആകണ്ടല്ലോ. നിങ്ങൾക്ക് പിന്നെ ഇമാരി വണ്ടി ഓടിക്കട്ടെ. ഈ വണ്ടിന്റെ പേരെന്താണെന്ന് അറിയില്ല. നമ്മൾ സിനിമയിലെല്ലാം കാണല്ലേ മിലിറ്ററിക്കാര് തീവ്രവാദികളെല്ലാം ഓടിക്കുന്നത്. എത്രയോ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട്. അതേപോലത്തെ വണ്ടി അതാ ഒരു വണ്ടി വരുമോ. ഓ നല്ല രസമുണ്ടാവും ഓടിക്കാൻ. ഇത് റോത്താങ് പാസിലേക്കുള്ള റോഡ് തന്നെയാണ്, പക്ഷെ ഇതിപ്പോൾ അടച്ചിട്ടാണുള്ളത്. ദേവഭൂമി റിക്കവറി സർവീസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ള. എന്താ ക്ലോസ് ചെയ്തതെന്ന് അറിയത്തില്ല. മേ ബി സ്നോ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ സ്നോ ഇല്ലാതെ നോക്കണ്ട, അവിടെ സ്നോ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റോത്താങ്ങിലേക്ക് 2 വഴിയുണ്ട്, രണ്ടും ക്ലോസ് ചെയ്തിട്ടുള്ളത്.
എന്താണെന്നുള്ള കറക്റ്റ് റീസൺ ഇവിടെ ചോദിച്ചിട്ടും ആയിരിക്കും കൃത്യമായിട്ടുള്ളൊരു അറിവില്ല. ഇനിയിപ്പോൾ നമ്മളെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നുള്ളത് അറിയത്തില്ല. പുഴയെ കുറച്ച് പോയാൽ നോക്കിയാൽ ഇത് ഏത് നദിയാണെന്ന് അറിയത്തില്ല പേര്. കോക്സ്കറിൻ്റെ ഇതിലോട്ട് ഒഴുകുന്നതാണ്. മാപ്പ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഏത് നദിയാണ്. ഇപ്പം കുറച്ച് പോയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം പോകുന്നുള്ളൂ, ഒഴുക്കുള്ളൂ. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല തോന്നുന്നു കേട്ടോ. അവരെന്നെ ഓടിക്കുന്നതാന്ന് തോന്നുന്നു. ഇവരെ ഓടിച്ചിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് യാത്ര ചെയ്യാന്ന് മാത്രം ആണെന്ന് തോന്നുന്നു. എത്രയാ റേറ്റ് എന്ന് അറിയത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. ഇതാണ് നമ്മുടെ കോക്സ്കർ. ഇവര് മാത്രമേ റൈഡ് ചെയ്യൂ കേട്ടോ. സെൽഫ് ഡ്രൈവ് ഇല്ല, അവര് മാത്രം റൈഡ് ചെയ്യും. 3000 രൂപ ഒരു റൈഡിന്. അങ്ങനെ ആ ബ്ലോക്ക് ചെയ്ത റോത്താങ് പാസിലേക്ക് ബ്ലോക്ക് ചെയ്ത ആ റോഡില്ലേ, അതിന്റെ അപ്പുറത്ത് അങ്ങ് കയറ്റത്തിന് വരെ പോയിട്ട് വരും. ഒരു റൈഡിന് 3000 രൂപ. നമ്മളെ പുറകിലിരിക്കുക, നമ്മളെ ബൈക്കിലായിട്ട് റൈഡ് ചെയ്യുന്ന പോലെ. എന്തിന്റെ ആവശ്യത്തിന്? നമുക്ക് റൈഡ് ചെയ്യാൻ തരൂല. പിന്നെ നമ്മൾ 3000 രൂപ കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒരു ഫാസിനേഷൻ മാത്രം. എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക. പക്ഷെ 3000 രൂപ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ബേക്കിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഈ ചേട്ടനാണ് നമുക്ക് ബോൺമിറ്റ് ആക്കി തരുന്നത്. 2 കപ്പിന് 100 രൂപ എന്നാ പറയുന്നത്. നല്ല ക്വാളിറ്റി സാധനം എന്നല്ല എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനും അജിത് ബ്രോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പൈസ കൊടുക്കണ്ടെന്നും പറയുന്നുണ്ട്. ബായ്, ആപ്കാ നാം? M Sherpa, Mingmar Sherpa. Sherpa. I read about Sherpa. From Kathmandu. I think Kathmandu? Guys are from Hyderabad? yeah. No. We are from Kerala. Kerala? Yes. Kerala. Huh? Community, Sherpa community. Yes. Yeah, I read about the community. Yes, bro. Huh? Kulip do beta. Kulip do. ये जो ये वाला. ചേട്ടനാണ് മോമോസ് ഒരു പ്ലേറ്റ് 100 രൂപ എന്നെല്ലാം പറയുന്നുണ്ട്. 150 150 രൂപയാ? ഓ, ആ ചേച്ചീൻ്റെ അടുത്ത് 100 രൂപയായിരുന്നു. കുറച്ച് മേലെ അല്ല 120. അവിടെ 120, തൊട്ട് മേലെ 100, ഇവിടെ 150. 30 rupees. എല്ലാം 10 പീസിനാണ്. ചേട്ടൻ നേപ്പാളുകാരൻ, ഫ്രം കാഠ്മണ്ഡു, ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ. നോക്കാം ചേട്ടൻ്റെ ബോൺവിറ്റ് എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടില്ലേ പൈസ കൊണ്ടുക്കണ്ടെന്നെല്ലാം പറഞ്ഞു. നോക്കാം. വലിയ കപ്പിൽ തന്നോ? ചേട്ടൻ 2 ചെറിയ കപ്പ് തരുന്നുണ്ട്. ലെറ്റ്സ് ട്രൈ. 1 to 5. 1 to 5. At night time it goes down. है ना? दो बेटी. You need a sugar? sugar or Little bit. 10 rupees बेटे उसका. कितना दो? एक. वो दे दो पैसे जी. उधर ही दे दो पैसे. क्या हुआ बेटा? कहाँ लगाना? പുള്ളി BSc ഒക്കെ പഠിച്ച കേട്ടോ. हाँ यस. BSc ഒക്കെ പഠിച്ച മനുഷ്യനാണ്. രസമുണ്ട് കേട്ടോ. കൊള്ളാം.
അമൂൽ മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. यहाँ पे कोई भी गाड़ी ऊपर नहीं जाएगी प्राइवेट। अच्छा चाह दूंगा। നമ്മള് ബയ്യന്റെ അടുത്ത് നിന്നും ബയ്യനെ ഇഷ്ടപ്പെട്ടു നമുക്ക്, നേപ്പാളി ബയ്യന്. മോമോസും കൂടി ട്രൈ ചെയ്യാൻ പോവാം. ഷെർപ്പ കമ്മ്യൂണിറ്റിയാണ്. ഷെർപ്പാനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അജിത് ബ്രോ പറയുന്നില്ല. ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. പുള്ളി ഒന്ന് അത് വാങ്ങി ഇതെന്താ ചൂടാ? ഇത് ചായ പോലത്തെ ഒരു പരിപാടിയാണ്, സോൾട്ടി ചായ. വാട്ടർ ടീ എന്ന് പറയാൻ പറ്റും. ബട്ടർ ടീ. ആ, ഹൈറ്റ് ഏരിയ പ്ലേസിന്, നല്ല ഹൈറ്റ് ഉള്ള അടുത്ത് ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണ് പുള്ളി പറയുന്നത്. ഒരു ഉപ്പല്ലായിട്ടുള്ള ഒരു പരിപാടിയാണ് ബട്ടർ. അതായത് ചായ, ഉപ്പ്, ബട്ടർ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പരിപാടി. ഒരു പ്രത്യേക തരം ടേസ്റ്റ്. എന്താണെന്ന് അറിയത്തില്ല. അനക്ക് പിടിക്കുന്നില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിടിക്കുമോ ഉള്ളോ എന്നുള്ളത് അറിയത്തില്ല. കണ്ട ലുക്കിലേക്ക് ഒരു ചായ പോലത്തെ പരിപാടിയാണ്. ഇതാ ആ പയ്യെല്ലാം കുടിക്കുന്ന നോക്കിയാൽ, ഇതാ ആ അങ്കിൾ നല്ല ഡീസൻ്റ് ആയിട്ട് കുടിക്കുന്നു. പൊട്ടിയ കണ്ണട ഒട്ടിക്കാൻ നോക്കുന്നത് അജിത് ബ്രോ. ദിവന്റെ കണ്ണടയാണ്. പുള്ളി ചെയ്തിട്ട് നടന്നില്ല, നമ്മൾ ചെയ്തിട്ട് നടക്കുന്ന അറിയാൻ. ബയ്യ നമുക്ക് മോമോസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ബയ്യൻ്റെ ഡോട്ടറാണ്. ഡോട്ടർ വെജ് നോൺ വെജ് കടേൻ്റെ പേരൊന്നും ടീ ശ്രീങ്ക് ദാബ അങ്ങനെ എന്തോ ആയിട്ട് എഴുതിയിട്ടുള്ളത്. നോക്കാം. അങ്ങനെ നമ്മുടെ മോമോസ് എത്തി. ദിസ് ഈസ് മോമോസ് ചട്നി കൂടിയുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അജിത് ബ്രോ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടേ. വെജ് മോമോസ് ആണ്, രസമുണ്ട്. ക്ഷമ വേണം, ക്ഷമയില്ല. ഗുഡ് ടേസ്റ്റ്. നല്ല രസമുണ്ട് കേട്ടോ. വെജാണ്, നോൺ വെജ് അല്ല, പക്ഷേ നല്ല രസമുണ്ട്. ये पानी बोतल कितने? 30 रुपीज़ है। थोड़ा फ्रीज हो जाता है, बिना फ्रीज वाले लीजिए। फ्री? अच्छा आप एक सेकंड कोई बात नहीं। दादा दीदी just like that. ഡോൾ മാമായി എന്ന് കേട്ടില്ലേ? ആ, കാഠ്മണ്ഡുവിലെ ഡോൾ മാമായി. മറ്റേ സാധനം. Is she studying? My elder daughter's name is Chiring Dolma. Green Dolma. Chiring. I think green. Yeah. Chiring. പുള്ളിയുടെ എൽഡർ ഡോട്ടർ പേര് തന്നെയാണ് കേട്ടോ. കടേൻ്റെ ചിരിങ്. അത് ഇതാ ചിരിങ് ദാബ എന്ന് എഴുതിയത്. അതന്നെയാണ് ഇതിലെഴുതിയിട്ടുള്ളത്. പോകാം മിസ്റ്റർ ശ്രീജിത്ത്. മൊത്തം ബ്ലോക്കായി. നമ്മൾ വരുമ്പോൾ ഇത്ര ബ്ലോക്കിലായിരുന്നു, ഇപ്പം കംപ്ലീറ്റ് ബ്ലോക്ക്. അങ്ങോട്ടും ബ്ലോക്ക്, ഇങ്ങോട്ടും ബ്ലോക്ക്. മെറ്റൽ പാലാണ് കേട്ടോ ഇത്. മെറ്റലിൻ്റെ ഫുള്ള്. എന്തിനാണ് ഈ വണ്ടിയെല്ലാം അങ്ങ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണെങ്കിൽ ബ്ലോക്ക് അടിച്ചിട്ടുള്ളത്, അങ്ങോട്ടേക്ക് വണ്ടി പോലും വിടുന്നില്ല. അമ്മാര് കുത്തിക്കയറ്റി അങ്ങോട്ട് പോകുന്ന എന്തിനാ വിളി? എന്നാ ആവശ്യത്തിന്? വണ്ടി കയറിയിരിക്കാം. ഇവിടെ ഒരു ബുദ്ധ സ്തൂപവും കൂടി ഉണ്ട്.
ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആയിപ്പോ, ഫുള്ള് പാർക്കിംഗ്. ആ പാലം തിരിച്ച് സോളാങ് വാലിയിലേക്ക്. ഒരു രക്ഷയില്ലാത്ത വ്യൂ നോക്കിയാൽ എൻ്റെ മോനെ. നമ്മൾ പേഴ്സണലി വണ്ടി പിടിച്ചിട്ട്, അതായത് നമുക്ക് കാർ അവിടെ നിന്ന് റെൻ്റ് എടുക്കാൻ പറ്റും, അങ്ങനെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പാക്കേജ് എടുക്കാതെ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്ഥലത്ത് നമുക്ക് നല്ല വ്യൂ പോയിന്റിൽ ഇതേപോലെ നല്ല സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെ. മഞ്ഞ് നോക്കിയാ, മഞ്ഞ് എന്നാ മഞ്ഞ. ഇപ്പുറത്തും ഫുള്ള് മഞ്ഞ്, ഫുള്ള് മൂടിയിട്ടില്ല, എന്നാലും കൊഞ്ചം സ്പ്രേ ചെയ്ത പോലെ മഞ്ഞുള്ള മല. ഈ സൈഡോ ഫുള്ള് മഞ്ഞ് മൂടാത്ത പാറകൾ നിറഞ്ഞ മല. എല്ലാം കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. ബ്യൂട്ടിഫുള്ളാണ്. ഏതാ തണുപ്പ്, തണുപ്പോട് തണുപ്പ്, തണുത്ത കാറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് അടൽ ടണലിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടൽ ടണലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം കണ്ടില്ലേ അടൽ ടണലിൻ്റെ ഫ്രണ്ട്, അവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. എല്ലാവരുടെയും അവിടെ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും എന്തായാലും. അങ്ങനെ ഇതാണ് നമ്മുടെ അടൽ ടണൽ. വീണ്ടും നമ്മൾ അടൽ ടണലിലേക്ക്. അടൽ ടണലിൻ്റെ മുന്നിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ മാത്രമേ എടുത്തുള്ളൂ. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കോക്സ്കറിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നല്ല വൈകിയിരുന്നു, ബ്ലോക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സോളാങ് വാലിയിലും കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോളാങ് വാലിയിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സോളാങ് വാലി എത്തുമ്പോഴത്തേക്ക് നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. 5 മണി വരെ അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സിപ്പ് ലൈൻ ആയിക്കോട്ടെ ഒക്കെ 5 മണി വരെ ഉള്ളൂ. സിപ്പ് ലൈന് 300 രൂപയാണ് സിപ്പ് ലൈന്, അതൊക്കെ 5 മണി വരെ ഉള്ളൂ. അപ്പോൾ സോളാങ് വാലിയിൽ നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടൽ ടണലിൻ്റെ മുന്നിൽ നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ബലൂൺ നോക്കിയാ ഗൈസ്, നമ്മുടെ ആകാശത്തേക്ക് പോകണം. ഈ ബലൂണിന് എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഇരുട്ടത്തല്ല ഇതാരോളി ഇതിലേക്ക് കയറുന്നു. അല്ലെ ഇറങ്ങുവാന്ന് തോന്നുന്നു. ഇറങ്ങുവാന്ന്, നമ്മളും ലേറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ സോളാങ് വാലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പാക്കേജ് നടത്തിപ്പ് സമീർക്ക നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ അടിച്ച് പൊളിച്ചു, നല്ല രീതിയിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചു. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലത്തെ പാക്കേജിൽ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകണം. നമ്മളറിയാത്ത, നമുക്കറിയാത്ത ആൾക്കാരുമായിട്ട് അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമുക്ക് കുറേ സ്ഥലങ്ങളും കാണാം, ഒരുപാട് സുഹൃത്തുക്കളെയും കിട്ടും. അങ്ങനെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകണം കേട്ടോ. നല്ല സൗഹൃദങ്ങളും നമുക്ക് കിട്ടും, നല്ല അനുഭവമായിരിക്കും. നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഈ യാത്രയിൽ നിന്ന് കിട്ടും. എൻ്റെ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ഈ മണാലി ട്രിപ്പ്. അതും എനിക്കറിയാത്ത, എന്നെ അറിയാത്ത ഒരുപാട് പേരോടൊപ്പം ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയൊരു യാത്ര.